അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മളെ ഗപ്പീൻ്റെ കുറച്ച് ഇതായിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഴയില, ഈ വാഴയിലേൻ്റെ കുറച്ച് ഇതാണ് നമ്മളുടെ ഗപ്പി കുട്ടന്മാർക്ക്, ചെറിയ ഗപ്പി കുഞ്ഞുങ്ങൾക്കെല്ലാം വേഗം വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഈ വാഴയില വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ വാഴയിലില്ലേ എടുക്കാം. വാഴയില എടുത്തിട്ട് ഒന്ന് കഴുകുക. എന്നിട്ട് ഇത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് കുറച്ച് അടുത്തേക്ക് വെച്ച് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിൽ കല്ലുപ്പ് ഇട്ട് വെക്കുക. എന്നിട്ട് അതിൽ വാഴയില വെക്കുക. കല്ലുപ്പ് ഇടുന്നത് അതിലുള്ള ജേംസൊക്കെ പോകാനാണ്. എന്നിട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം അതിലങ്ങനെ വെക്കുക. അപ്പം നമുക്കിത് കുറേ നേരമായി. ഇനി നമുക്കതൊന്ന് ആക്കാം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഇനി ഇതിൻ്റെ വെള്ളമില്ല, അത് നമുക്ക് വെള്ളം ഒന്ന് കളയാം കേട്ടോ. ഇതൊക്കെ തൈകൾക്ക് ഫുൾ ഉപ്പൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമുക്കിത് കൊണ്ടാവാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എടുക്കാം. പിന്നെ ഇതിന് ഇടുമ്പോൾ ഒന്ന് കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ 2 നേരമാണ് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 1 നേരം ആക്കണം. അതിൽ കുറേ ഇതുണ്ടാകുമ്പോൾ അത് അവർ തിന്നും. അപ്പം 1 നേരം ആക്കണം ഫുഡ്. ഇതിവിടെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് പിന്നെ വെള്ളം മാറ്റുമ്പോൾ ഒന്നും നോക്കണം അല്ലല്ലേ. ഇതിൽ കുറച്ചുകൂടി വെള്ളം വേണം ഈ ടാങ്കിൽ. അത് ഞാൻ എടുക്കും. ഇതിൽ കൊടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ഗപ്പി കുഞ്ഞുങ്ങളാണ്. ഇതേ കണ്ടില്ലേ, കുറച്ച് കാണിച്ചുതരാം. ഇതേ കണ്ടില്ലേ, എടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും വരുന്നുമില്ല. കാണുന്നുണ്ടോ അറിയില്ല. ഇതേ ഫുള്ള് ഗപ്പി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവരെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ നമ്മൾ ഇടുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫുഡ്, ഇപ്പോൾ ഇത് എൻ്റെ ഫുഡുണ്ട് 2 എണ്ണം. അത് ഒരു നേരം മാത്രം, അല്ലെങ്കിൽ രാവിലെ രാത്രി, അത് 1 നേരം മാത്രമായിട്ട് കൊടുക്കണം. ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഗപ്പിൻ്റെ ഗ്രോത്തൊക്കെ വേഗം വരുന്നതായിരിക്കും. നോക്കിയത് ഈ ഗപ്പിനെ തന്നെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇവിടെ ഒരു ഗപ്പി ഉണ്ടായിരുന്നു. ഇതേ ഈ ഗപ്പിനെ കണ്ടില്ലേ നിങ്ങൾ? ആ ഗപ്പിയൊക്കെ വേഗം വളർന്ന ഗപ്പിയാണ്. ഇത് ഇവിടെയൊക്കെ നോക്കിയാൽ കുറേ ഗപ്പിയുണ്ട്. അവർക്ക് വേഗം വളർന്ന് വരുന്ന ഒരു ഇവിടെ കണ്ടില്ലേ. അങ്ങനെ ചെയ്താൽ വേഗം വളർച്ച കിട്ടുന്നതായിരിക്കും ഗപ്പിക്ക്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും ചെയ്യുക. അപ്പം ഇതുപോലെ അമേസിങ് വീഡിയോസിനായി ബെല്ലൈക്കണും ചെയ്ത് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഇറ്റ്സ് യു വിത്ത് നന്ദു വിത്ത് വ്ളോഗ്.